ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു നെക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. റൗണ്ട് വിത്ത് വി നെക്ക് ആയിട്ടാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ കുർത്തിയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് റയോൺ ഫാബ്രിക്കാണ്. ഇത് ഞാൻ ഗൗണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതൊരു 3 മീറ്റർ ഫാബ്രിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നൊരു ഗൗണാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ കട്ടിങ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫാബ്രിക്കിലല്ല ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരിട്ട് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാതെ ലൈനിങ് പീസിൽ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. യോക്കിൻ്റെ ലെങ്ത്തും വിടുത്തൊക്കെ നോക്കിയിട്ട് ഞാനൊരു പാറ്റേൺ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഞാനിവിടെ നെക്കിൻ്റെ വിടുത്തായിട്ട് 3 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മാർക്ക് ചെയ്തതിൻ്റെ അടുത്തായിട്ട് ഞാൻ ഒരു മാർക്കും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത്. മറ്റേത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അതേപോലെ ഡെപ്തായിട്ട് ഞാനിവിടെ ഒരു 6.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 6 ഇഞ്ചസ് ആവും കേട്ടോ. നമുക്ക് ഷോൾഡറിൻ്റെ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് 6.5 ഇഞ്ചസ് ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സ്ക്വയർ ടൈപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നെക്കിൻ്റെ ഡെപ്ത് വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു 4 ഇഞ്ചിൽ ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു റൗണ്ട് വിത്ത് വി നെക്കാണല്ലോ. അപ്പോൾ നമുക്ക് മുകൾ ഭാഗം റൗണ്ടിൽ വരണം, അതുപോലെ താഴെ ഭാഗത്ത് ചെറുതായിട്ടൊരു വി ഷേപ്പിലും വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഈ ഒരു പാർട്ടീഷനിലായിട്ട് ഞാനിതുപോലെ രണ്ടായിട്ടൊന്ന് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ പാർട്ട് ഇതുപോലെ ചെറിയൊരു കർവിൽ റൗണ്ടായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അതുപോലെ തന്നെ താഴെ ഞാനൊരു 4 ഇഞ്ച്, അത്രയും വേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ. ഒന്ന് കാണാനും നല്ല എലഗൻറ്റ് ലുക്ക് തരുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ലൈനിങ് പീസിലാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് മെയിൻ ഫാബ്രിക്കുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ മെയിൻ ഫാബ്രിക്കിൻ്റെ യോക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ നല്ല വശത്തിന് മുകളിലേക്കാക്കിയിട്ടാണ് നമ്മുടെ ലൈനിങ് പീസിനെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടത്. നല്ല വശത്തിന് മുകളിലാക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നെക്കിൻ്റെ പാറ്റേണിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള പീസിനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ നമുക്കിത് മറിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആവുന്നതിന് ചെറിയൊരു ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വി ഷേപ്പിൻ്റെ എഡ്ജൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് മടക്കേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വി ഷേപ്പ് ചുളിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗത്തും നമ്മൾ ഒരു ചെറിയൊരു കട്ട് നൂലിൽ കൊള്ളാതെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം. ഇനി ഇതാ ആ ഒരു പാറ്റേണിലൂടെ നമുക്ക് ഇതുപോലെ മറിച്ചിട്ടെടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് കേട്ടോ. കാണാനും നല്ല ലുക്കാണ്, ഒരു എലഗൻറ്റ് ഫീൽ തരുന്ന ഒരു ലുക്കാണ് കേട്ടോ ഈ ഒരു നെക്കിന്. കാണാനും നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. ഇത് ഇട്ടിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കാണ് കേട്ടോ നമ്മുടെ നെക്കിൻ്റെ ഒരു ഭാഗം വരുന്നത്. ഈ ചെറിയൊരു വി ഷേപ്പ് അവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എഡ്ജിലൂടെ ഒന്നും കൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബാക്ക് നെക്ക് ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അത് എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് ലൈനിങ് പീസ് മൊത്തത്തിൽ കൊടുക്കുന്നില്ല കേട്ടോ. എക്സ്ട്രാ ചെറിയൊരു പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം മറിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ മാത്രമാണ് ആ ഒരു ലൈനിങ് പീസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ബാക്ക് നെക്കും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറാണ് കേട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട് യോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് നല്ല വശത്തിന് മുകളിലേക്ക് ബാക്കിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ ലൈനിങ് പീസ് ഉള്ള ഒരു ഭാഗം ഇതേപോലെ ലൈനിങ്ങിനെ ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് മറിച്ചിട്ട് നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് 2 സ്റ്റിച്ചാക്കി ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പൊന്നും കാണാതെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ലൈനിങ്ങിൻ്റെയൊക്കെ ഉള്ളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഭാഗത്ത് ഞാൻ
ലൈനിങ് വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് എടുക്കുമ്പോൾ നല്ലൊരു പാറ്റേണിലാണ് കേട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ബാക്കിൽ റൗണ്ട് ഷേപ്പാണ്, ഫ്രണ്ടിലും ഹാഫ് റൗണ്ട് ഷേപ്പും പിന്നെ അതിലേക്ക് ചെറുതായിട്ടൊരു വി നെക്കും കൂടെ വരുമ്പോൾ കാണാനും നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചെറിയ നെക്കായിട്ട് തോന്നിയാലും ആ ഒരു വി ഷേപ്പും കൂടെ വരുന്നത് കൂടെയാണ് ഈ ഒരു നെക്കിൻ്റെ ഭംഗിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നെക്കിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ 6 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് അര ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ഞാനിവിടെ എക്സ്ട്രാ വന്നിട്ടുള്ള പീസ് ഉണ്ടല്ലോ, നമ്മുടെ ലൈനിങ് പീസിന് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സിലൊന്ന് കറക്റ്റാക്കിയിട്ട് ബാക്കി വന്നുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൻ്റെ ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു ലൈനിങ് പീസ്, ഒരു കോട്ടൻ്റെ കട്ടി കുറഞ്ഞൊരു ലൈനിങ് പീസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ലൈനിങ് പീസ് വേണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ ആ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് സ്ലീവ്സും അതുപോലെ തന്നെ താഴെ ഭാഗം എല്ലാം ജോയിൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കാണുമ്പോൾ ചെറിയ നെക്കാണ് കേട്ടോ. കൂടുതൽ ഇറങ്ങി നിൽക്കുന്ന നെക്ക് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഈ ഒരു പാറ്റേൺ യൂസ്ഫുള്ളാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.